ബാബരി മസ്ജിദിന്റെ കാര്യം പറഞ്ഞിട്ട്. അപ്പോ വിജയരാഘവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, ആദ്യം ഒരു പള്ളി, പിന്നെ 3 പള്ളി, പിന്നെ 30 പള്ളികൾ, പിന്നെ 30,000 പള്ളി. സംഘപരിവാറിന്റെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആദ്യം. എന്ന് മാത്രമല്ല, മൂന്നാമതും മോദി അധികാരത്തിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് വഖഫ് നിയമം ഭേദഗതിപ്പെടുത്താൻ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇതും വിജയരാഘവൻ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഈ വർഗീയ വിപത്തിനെ നമ്മൾ ഗൗരവമായിട്ട് കണക്കാക്കണം, എങ്കിലേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ. അതിനെന്ത് വേണം? എല്ലാ വർഗീയ ശക്തികളെയും എതിർക്കണം. അപ്പോഴാണ് ചിലർക്ക് പൊള്ളലേൽക്കുന്നത്. ഹിന്ദുത്വ തീവ്രവാദം അത് ആപത്താണ്. CPM-നെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് അക്കാര്യത്തിൽ. ഞങ്ങളുടെ പാർട്ടി പരിപാടിയിൽ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്, രാജ്യത്തിലെ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും ഏറ്റവും കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് ഹിന്ദുത്വ തീവ്രവാദമാണ്, യാതൊരു സംശയമില്ല. എന്നിട്ട് പറഞ്ഞു, ഈ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കും. CPM പരിപാടിയിൽ എഴുതി വെച്ചതാണ്. മൂന്നാമതായിട്ടൊരു കാര്യം പറഞ്ഞു, ഇന്നത്തെ മതനിരപേക്ഷത സംരക്ഷിക്കണമെങ്കിൽ, ജനാധിപത്യം സംരക്ഷിക്കണമെങ്കിൽ ന്യൂനപക്ഷ സംരക്ഷണം മുഖ്യമായിട്ടുള്ള ഘടകമാണ്. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഹിന്ദുത്വ തീവ്രവാദമാണ് രാജ്യത്തിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള വിപത്ത്. രണ്ടാമത്, ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് പറഞ്ഞത്, രാജ്യത്തിലെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കണമെങ്കിൽ ന്യൂനപക്ഷ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അങ്ങനെ പറഞ്ഞ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ